ഹായ് ഫ്രണ്ട്സ്, കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ GST ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട് 5 ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ വാച്ച് ചെയ്യാത്തവർ ക്ലാസ്സസ് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 5 കാണുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയുടെ മീനിങ് പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചുള്ളൊരു MCQ ആൻസർ ചെയ്തിട്ട് മാത്രം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതൊരു അസേഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ നമുക്ക് നോക്കാം. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ അട്രാക്ട്സ് IGST. റീസൺ പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഒക്കേഴ്സ് വെൻ ദ സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. കറക്റ്റാണോ? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ്. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈക്ക് പേ ചെയ്യേണ്ടി വരുന്ന IGST ആണ്. അപ്പോൾ അസേഷനും റീസണിങ്ങും കറക്റ്റാണ് അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് A ആണ്. ബോത്ത് A ആൻഡ് R ആർ ട്രൂ. R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അസേഷൻ വരുന്നത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അട്രാക്ട്സ് CGST ആൻഡ് SGST. അത് കറക്റ്റ് അല്ലേ? ഇൻട്രാ സ്റ്റേറ്റിൽ വരുന്നത് CGSTയും SGST ആണ്. ഇൻട്രാ സ്റ്റേറ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ്. ഇനി എന്താണ് ഇൻട്രാ സ്റ്റേറ്റ്? ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ സെയിം സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ റീസണിൽ എന്താ തന്നിട്ടുള്ളത്? ആർ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്നാണ് റീസണിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് റീസൺ കറക്റ്റ് അല്ല, റീസൺ ഫാൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻസ് ഒന്ന് നോക്കൂ. ഓപ്ഷൻസിലെ കറക്റ്റായിട്ട് വരുന്നത് C ആണ് അല്ലേ? A ഈസ് ട്രൂ ആൻഡ് R ഈസ് ഫാൾസ്. അപ്പോൾ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈൻ്റെ മീനിങ് ആണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഡെഫിനിഷൻ GST നമുക്ക് തരുന്നുണ്ട്. അത് കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എ സപ്ലൈ ഈസ് ട്രീറ്റഡ് ആസ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ വെൻ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു സെയിൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ്? സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഇത് നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടെ നോക്കാം. സപ്ലയർ ഇപ്പോൾ കേരളത്തിലാണ്. പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ് ഡെലിവർ ചെയ്യുന്നത്? തമിഴ്നാടാണ് ഫൈനൽ കൺസംഷൻ നടക്കുന്നത് അല്ലെങ്കിൽ കൺസ്യൂമർ ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കേരള ആൻഡ് തമിഴ്നാട് അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. ഇനി സപ്ലൈ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ 2 ഡിഫറെൻറ്റ് യൂണിയൻ ടെറിട്ടറീസ്. 2 ഡിഫറെൻറ്റ് യൂണിയൻ ടെറിട്ടറീസിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലക്ഷദ്വീപിലാണ് സപ്ലയർ, പ്ലേസ് ഓഫ് സപ്ലൈ നടക്കുന്ന ആൻഡമാൻ നിക്കോബർ ഐലൻഡിലാണ്. രണ്ടും യൂണിയൻ ടെറിട്ടറീസ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഇനി മൂന്നാമത്തെ നോക്കാം. സപ്ലയർ ഈസ് ഇൻ എ സ്റ്റേറ്റ്. സപ്ലയർ കേരളത്തിലാണെന്ന് വിചാരിക്കുക. പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്കാണ് ഗുഡ്സ് സെയിൽ നടത്തുന്നത് അല്ലെങ്കിൽ സപ്ലൈ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എന്തായിട്ട് കണക്കാക്കുന്നത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനിയുള്ള സാഹചര്യങ്ങളും കൂടെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ അൺടിൽ ദേ ക്രോസ് കസ്റ്റം ഫ്രോണ്ടിയേഴ്സ്. കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കഴിയുന്നത് വരെ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്ന. IGST ആണ് അതിന്മേൽ ചാർജ് ചെയ്യപ്പെടുന്നത്. ഇനി സർവീസസ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സർവീസസിനും IGST തന്നെയാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് അതിനെ കണക്കാക്കുന്നു. സപ്ലൈ ടു ഓർ ബൈ ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർ ടു ഓർ സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്. അതായത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെയും എന്തായിട്ട് കണക്കാക്കുന്നു? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സപ്ലയർ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ. സപ്ലയർ ഇന്ത്യയിലും പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. IGST ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. എനി അതർ സപ്ലൈ ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി വിച്ച് ഈസ് നോട്ട് ആൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അല്ലാത്ത എല്ലാ സപ്ലൈസിനെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയുടെ ഡെഫിനേഷൻ നോക്കാം. എ സപ്ലൈ ഈസ് ട്രീറ്റഡ് ആസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വെൻ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓർ സെയിം യൂണിയൻ ടെറിട്ടറി. ഒരേ യൂണിയൻ ടെറിട്ടറിയിലോ അല്ലെങ്കിൽ ഒരേ സെയിം സ്റ്റേറ്റിലോ ആണ് ലൊക്കേഷൻ ഓഫ് സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും എങ്കിൽ അതിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഏതെല്ലാമാണ് ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാത്തത്?
അതായത് സപ്ലൈ ടു ഓർ ബൈ ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർ ഓർ സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്. ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് മറ്റൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ പോലും അതിന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. ഓക്കെ, അടുത്ത നോക്കാം. ഇമ്പോർട്ടഡ് ഗുഡ്സ് അൺടിൽ ദേ ക്രോസ് കസ്റ്റം ഫ്രോണ്ടിയേഴ്സ് ഓഫ് ഇന്ത്യ. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് കസ്റ്റം ബോർഡർ കഴിയാതെ അതിനെ എന്തായിട്ട് കണക്കാക്കില്ല? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. കസ്റ്റം ബോർഡർ കഴിയുന്നത് വരേക്കും അതിനെ ഇൻറ്റർ സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. IGST ആണ് പേ ചെയ്യേണ്ടി വരുന്നത്. സപ്ലൈ ഓഫ് മെയ്ഡ് ടു എ ടൂറിസ്റ്റ് non-resident staying in India for not more than 6 months for legitimate non-immigrant purposes. സപ്ലൈ മെയ്ഡ് ടു എ ടൂറിസ്റ്റ്, അതായത് ഒരു 6 monthsൽ കുറയാത്ത കാലയളവിൽ വളരെ ടെമ്പററി ആയിട്ട് നമ്മുടെ കൺട്രിയിൽ നിൽക്കുന്ന ഒരു ടൂറിസ്റ്റിന് ഒരു സപ്ലൈ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും എന്തായിട്ട് കണക്കാക്കില്ല? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല, ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. IGST ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല, ഇൻറ്റർ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുന്നു. IGST ചാർജ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റർ സ്റ്റേറ്റിൻ്റെയും ഇൻട്രാ സ്റ്റേറ്റിൻ്റെയും ഡെഫിനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് MCQ നോക്കാം. സപ്ലൈ ടു ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ഈസ് ട്രീറ്റഡ് ആസ്. ഓപ്ഷൻ എ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ബി ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ, സി എക്സംപ്റ്റ് സപ്ലൈ, ഡി നിൽ റേറ്റഡ് സപ്ലൈ. ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസേഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കാം. അസേഷൻ സപ്ലൈ ടു ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ. അത് കറക്റ്റാണോ? കറക്റ്റാണ് അല്ലേ? ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അതിൻ്റെ റീസൺ നോക്കാം. സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്സ് ആർ സ്പെസിഫിക്കലി കവേർഡ് അണ്ടർ സെക്ഷൻ 7 ഓഫ് ദ IGST ആക്ട് ആസ് ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ. സ്പെഷ്യൽ എക്കണോമിക് സോണിനെ IGST ആക്ടിലെ സെക്ഷൻ 7 കവർ ചെയ്തിട്ടുള്ളത്. ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ റീസണും കറക്റ്റാണ്. സെക്ഷൻ 7 ഓഫ് ദ IGST ആക്ടിലാണ് സ്പെഷ്യൽ എക്കണോമിക് സോണിനെ ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റീസണും കറക്റ്റാണ്. അസെഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ടിൽ ദേ ക്രോസ് ദ കസ്റ്റംസ് ഫ്രോണ്ടിയേഴ്സ് ആർ ട്രീറ്റഡ് ആസ്. കസ്റ്റം ബോർഡർ കടക്കുന്നതിന് മുൻപ് വരെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ബി ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ, സി എക്സംപ്റ്റ് സപ്ലൈ, ഡി കോമ്പോസിറ്റ് സപ്ലൈ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കുക. താങ്ക് യു. ബൈ യുവർ കോമേഴ്സ് മെൻറ്റർ നീന.